ഡെറിക്കിന്റെ പരാജയം ആഘോഷിക്കുകയാണല്ലേ? അയ്യോ, എന്റെ കുഞ്ഞ്. മാഡം ഒന്ന് പറഞ്ഞോട്ടെ സാർ, വിത്ത് യുവർ പെർമിഷൻ. ഞാൻ നിങ്ങളെ എല്ലാവരും ഒന്ന് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്തത് എല്ലാവരോടും കൂടി ഒരു കഥ പറയാനാ. കഥയാ? തന്റെ കയ്യിലെന്തോ ഇൻഫർമേഷൻ തരാനുണ്ടെന്ന് പറഞ്ഞിട്ട്? സാർ അത് താനെന്താ ആളെ കളിയാക്ക? സാർ, ഇൻഫർമേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ചില അനുമാനങ്ങളിലൂടെ ഞാൻ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരും കഥാപാത്രങ്ങളായ ഒരു കഥയാണ്. തനിക്കെന്താറോ വട്ടായോ? സാർ, ഞാൻ ആദ്യം മുതൽ പറയാം. സാറിന്റെ മകന്റെ മരണത്തിന് കാരണക്കാരനായ ദിനേശ് സാറിന്റെ മകനെ ജയിലിലാക്കിയ ഡെറിക് സാറിനോട് നിങ്ങൾക്ക് തീരാത്ത പകയുണ്ട്. ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാടോ. ഇതാണോ സാർ ഇവന്റെ ഇൻഫർമേഷൻ? തന്നെ പ്രണയിച്ചു വഞ്ചിച്ച ഡെറിക് സാറിനോട് ഡയാന മാഡത്തിനും ഉണ്ട് പക. അവന്റെ കോപ്പിലെ കഥ ഇവിടെ കൊച്ചിനെ കിട്ടാതെ മനുഷ്യൻ. സാർ, ഞാൻ പറയുന്നത് മുഴുവനും ഒന്ന് കേൾക്കണം പ്ലീസ്. അങ്ങനെ പകയുള്ള എല്ലാവർക്കും കൂടി വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു ഫിലിപ്പ് അബ്രഹാമിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കൊലപാതക കുറ്റം. സ്വന്തം അനുജനായാലും നീതി പുലരണം എന്ന് ശഠിച്ച ഡെറിക് സാർ ഫിലിപ്പിനെ ജയിലിലാക്കി. അനുജന്റെ കൈകൊണ്ട് ഡെറിക് സാറിന്റെ മരണം കാണാൻ നിങ്ങൾ അവനെ ജയിലിൽ നിന്ന് ഇറക്കി. അല്ല, ജയിൽ ചാടിച്ചു. അതേടാ, ഞാനാ ജയിലിൽ ചാടിച്ചത്. നിന്റെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ നീ എന്തോ ചെയ്യും? അയ്യോ, എന്റെ തെളിവ് ഒന്നുമില്ല സാർ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. താനെന്താ വിളിച്ചു വരുത്തി പൊട്ടം കളിപ്പിക്കാണോ? സാർ, ഞാനങ്ങനെ അധിക്ഷേപിച്ച് സംസാരിച്ചൊന്നുമല്ല. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു വൈരാഗ്യമില്ല. ഫിലിപ്പ് അബ്രഹാമിനെ കണ്ടുപിടിക്കാമെന്ന് മാത്രമായിരുന്നു എന്റെ ഡ്യൂട്ടി. പിന്നെ അവൻ ചെയ്ത കൊലപാതകങ്ങളുടെ ചുരുളഴിക്കുക. എന്നിട്ട് ചുരുൾ അഴിഞ്ഞോ? എങ്കിൽ എവിടെയോ ഫിലിപ്പ്? നിങ്ങൾ എന്താ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ? എവിടെ ഡെറിക്? എവിടെ എന്റെ അലൻ? എന്റെ കുഞ്ഞ്? പേടിക്കണ്ട, കുട്ടിക്കൊന്നും സംഭവിക്കില്ല. കുട്ടി രക്ഷപ്പെടുമെന്ന് തനിക്കെന്താ ഉത്തര ഉറപ്പ്? കാരണം സാറിന് അറിയാം, ഡെറിക് സാർ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. ഉവ്വ, അവന്റെ ജീവിതം തന്നെ ഒരു പരാജയമില്ലോടൂ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നും സാർ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാം പറ്റിക്കപ്പെടുകയാണ്. You killed my brother. It's payback time. I know you're good with guns. I'm not bad with arms.
പണം? മാം, ആ പണം അത് എത്തേണ്ട കൈകളിൽ തന്നെ ഭദ്രമായിട്ടെത്തും. What do you mean? സാർ, ആ ബാഗുകൾ കൊണ്ടുവന്ന് നമ്മളാരെങ്കിലും കണ്ടോ? അല്ലടോ, അത് ആ വണ്ടിയിൽ വന്ന ആരെങ്കിലും. അത് ഡെറിക് സാർ നമ്മളോട് പറഞ്ഞല്ലേ. ആ വേസ്റ്റ് ബോക്സ് ആകപ്പാടെ ചെക്ക് ചെയ്തത് ഡെറിക് സാർ മാത്രമാണ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ആ പണം എത്തേണ്ട കൈകളിൽ തന്നെ ഭദ്രമായിട്ട് എത്തുന്നു. പിന്നെ ഫിലിപ്പ് ജയിലിൽ ചാടിയ കഥ, അവിടെയും നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. ഡെറിക് സാർ ഉപദേശിച്ച ബുദ്ധിയിൽ ഐസക് സാർ ഓപ്പറേറ്റ് ചെയ്ത ഒരു പ്ലേ. അപ്പോൾ ഡെറിക്കിന് വെടിയേറ്റത്? കാര്യമായ ഇഞ്ചുറി തനിക്കേക്കാതെ അനിയനെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചത് സ്വന്തം ചേട്ടൻ ഡെറിക് എബ്രഹാം തന്നെയാണ്. പിന്നെ നിങ്ങളെല്ലാവരും ആസ്വദിച്ച് കണ്ട അവർ തമ്മിലുള്ള ഫൈറ്റ്. കൂടുതൽ വിശ്വസനീയതയ്ക്ക് വേണ്ടി അവർ തന്നെ വിദഗ്ധമായി കോറിയോഗ്രാഫ് ചെയ്ത ഒരു നാടകം. ഇത്രയും നല്ല ഷൂട്ടറായ ഡെറിക് സാറ് അന്ന് തന്റെ അനിയന് നേരെ ഒരു തവണയെങ്കിലും ഷൂട്ട് ചെയ്തു. കാരണം സ്വന്തം അനിയന്റെ ചോര വീഴുന്ന കാണാൻ ഡെറിക് സാറിന് കഴിയില്ല. കൊല്ലപ്പെട്ട സൽമാന്റെ ബോഡിക്കരികിൽ കണ്ട ടയർ പ്രിന്റ്സ് ആണ് എനിക്ക് ആദ്യം സൂചനകൾ നൽകിയത്. അരുണിന്റെ ബോഡിക്കടുത്തും അതേ ടയർ പ്രിന്റ്സ് തന്നെയായിരുന്നു. ഫിലിപ്പ് വേട്ടയാടി കൊണ്ടുവന്നവരെ പോയിന്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞത് ഡെറിക് സാർ. അരുണിന്റെ ബോഡിക്ക് അരികിലേക്ക് പോകാൻ ഞാൻ ഡെറിക് സാറിന് അനുവദിച്ചില്ല. കാരണം സാറിന്റെ ഷൂസിന്റെ പ്രിന്റ് നേരത്തെ അവിടെ പതിഞ്ഞിരുന്നു. ഞാൻ ബോഡി ഒന്ന് കണ്ടു സാർ, അത് അവിടെ ഫോറൻസിക് പരിശോധന നടക്കാം. പിന്നെ ഇവിടെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ നിലത്ത് കുറച്ച് പൊടിയൊക്കെ വിതറി അത് സാറിന്റെ ഷൂസിന്റെ പ്രിന്റ് തന്നെയാണെന്ന് ഉറപ്പിച്ചു. സാറ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നിന്റെ പ്രിന്റ് ആയിരുന്നു അത്. എടോ, അപ്പോൾ ഫിലിപ്പ് ഉപയോഗിച്ചു എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഫോൺ, അവർ തമ്മിലുള്ള ഫോൺ കോൾസ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർ വിളിച്ചിരുന്ന നമ്പർ ആയിരുന്നില്ല ട്രാക്ക് ചെയ്യാൻ ഡെറിക് സാർ നമുക്ക് തന്നു. അത് ഫിലിപ്പിനെ കൊണ്ട് സാറ് തന്നെ വിളിപ്പിച്ചുകൊണ്ടിരുന്ന മറ്റൊരു നമ്പരായിരുന്നു. പഴയ ഓർമ്മകളിലൂടെ അവസാനമായിട്ടൊന്ന് കൊണ്ടുപോയതായിരിക്കാം അവൻ്റെ ഇച്ഛ. നമ്മൾ ഫിലിപ്പിന് വേണ്ടി അലയുമ്പോൾ ചിലപ്പോൾ അതേ കാറിൽ ഡെറിക് സാറിനോടൊപ്പം അവനും ഉണ്ടായിരുന്നിരിക്കണം. ആ കമൻട്രിയിലൂടെ പോലീസ് സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവർ വെല്ലിംഗ്ടൺ ഐലൻഡിൽ എത്തിച്ചു. ഈ സമയം അവർ യഥാർത്ഥ കിഡ്നാപ്പേഴ്സിനെ ഹണ്ട് ചെയ്യുകയായിരുന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനോട് പറഞ്ഞത് കുട്ടിക്കൊന്നും സംഭവിക്കില്ല. പിന്നെ പണം, അത് തൻ്റെ അനിയൻ്റെ ഇനിയുള്ള ജീവിതത്തിന്റെ സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും ഡെറിക് സാർ ഉപയോഗിക്കും. അവൻ എവിടെ കൊണ്ടുവന്ന് ഒളിപ്പിക്കോ ഈ ഫിലിപ്പിനെ? ഡെറിക് സാറിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി ഐസക് സാർ വിക്ടിം പ്രൊട്ടക്ഷന് വേണ്ടി ഐബിക്കും റോയ്ക്കും കൃത്രിമ രേഖകൾ ചമയ്ക്കുന്നതിൽ മിടുക്കൻ. അദ്ദേഹം ഇപ്പൊ പുതിയൊരു ഐഡന്റിറ്റിയിൽ ഫിലിപ്പിനെ ലോകത്തെവിടെങ്കിലും, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ
സുരക്ഷിതമായി ഒളിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും സാർ. ഹ്, അപ്പോ ഓമ്പിച്ചു അല്ലേ? ദിനേശ് സാറ് പറഞ്ഞ പോലെ അതിന് നമ്മുടെ കയ്യിൽ തെളിവുകളില്ലല്ലോ. ഒരു ടയർ പാടും ഫുട് പ്രിന്റും വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒരേപോലെയുള്ള ടയറും ഷൂവും എത്ര എണ്ണം ഉണ്ടാവും? പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഡെറിക് സാറിനെ കാണുമ്പോൾ നീറ്റായിട്ട് ഒരു സല്യൂട്ട് കൊടുക്കാൻ പറ്റും. ആ ബ്രില്യൻസിന് ദാ ഇങ്ങനെ. ഇതെല്ലാം മറിഞ്ഞിട്ടും താനെന്താ പറയാറുന്നത്? ഞാൻ ഡെറിക് സാറിന്റെ പക്ഷത്താണ്. ഓ തന്നെ നിയമം കൊണ്ട് നശിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ ശ്രമിച്ചപ്പോൾ ഇന്ന് വരെ നിയമത്തെ നിഷേധിച്ചിട്ടില്ലാത്ത അവൻ നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത കളി കളിച്ചു. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ മിടുക്കനാണ് ഈ എബ്രഹാമിന്റെ സന്തതി. എല്ലാം അവന്റെ ആളുകളാ, നാറികൾ. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളും ഈ ഫോഴ്സിലുണ്ട്. ജലാൽ, നിനക്കൊരു പണിയുണ്ട്.